ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? 23.4 കോടി ആളുകൾ അവിടെ ജീവിക്കുന്നു. 2017 വരെ ഉത്തർപ്രദേശ് ഉറങ്ങുകയായിരുന്നു. വെറും ഒരു വ്യക്തി യോഗി ആദിത്യനാഥ് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി. ഇന്ന് ഉത്തർപ്രദേശിന് എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, ഈ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ സംവിധാനം പൂർണ്ണമായും ഞാൻ നിയന്ത്രിക്കും. ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ സുരക്ഷിതത്വം ഞാൻ ഒരുക്കും. ഒരു ഗുണ്ടകളും ദാദാഗിരി കാണിക്കില്ല, നിങ്ങളിൽ നിന്ന് പണം പിരിക്കില്ല, നിങ്ങളുടെ വസ്തു പിടിച്ചെടുക്കില്ല. ഒരു തരത്തിലുള്ള ജാതി രാഷ്ട്രീയവും അനുവദിക്കില്ല. കഴിവുള്ളവർക്ക് മാത്രം മുൻഗണന. ഈ രീതിയിൽ ഒരാൾ തീരുമാനിച്ചപ്പോൾ ആ നാടിന് എത്ര വലിയ മാറ്റമാണ് ഉണ്ടായത്. വെറും ഒരാൾ വിചാരിച്ചാൽ എന്ത് നടക്കും എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് യോഗി ആദിത്യനാഥ്. 2017 യോഗി ആദിത്യനാഥ് ഭരിക്കാനെത്തുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ സ്ഥാനം 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ GDP സംഭാവന ചെയ്യുന്ന 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് എത്തി. കേവലം ഒരാളുടെ മാത്രം മികവാണത്. വലിയ വലിയ എക്സ്പ്രസ് ഹൈവേകൾ, എയർപോർട്ടുകൾ, ആയുധ നിർമ്മാണശാലകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, വളരെ വേഗതയിലാണ് ഉത്തർപ്രദേശിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. ഏറ്റവും പ്രധാനം അയോധ്യ ക്ഷേത്രം. ഒരു പഠനം പറയുന്നത് ഏതാണ്ട് 5 കോടിയിലധികം ആളുകളാണ് അയോധ്യ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി മാത്രം അടുത്ത വർഷം വരാൻ പോകുന്നത്. മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും പ്രാധാന്യമേറിയ സ്ഥലമായ മക്കയിൽ ഒരു വർഷം എത്ര പേരാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഹജ്ജിന് വെറും 2 കോടി ആളുകളാണ് ഒരു വർഷം അവിടെ പോകുന്നത്. അല്ലെങ്കിൽ 2.5 കോടി തന്നെ കൂട്ടിക്കോളൂ. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഏറ്റവും പുണ്യസ്ഥലമായ വത്തിക്കാൻ സിറ്റിയിൽ ഒരു വർഷം അവിടെ സന്ദർശിക്കാൻ എത്തുന്നത് ഏതാണ്ട് 80 ലക്ഷം ആളുകൾ മാത്രമാണ്. വെറും 2 അല്ലെങ്കിൽ 2.5 കോടി സന്ദർശകർ ഓരോ വർഷവും വരുന്ന മക്കയിൽ നിന്ന് സൗദി നേടുന്ന വരുമാനം എത്രയാണെന്ന് അറിയുമോ? $2.5 ബില്യൺ. വത്തിക്കാൻ സിറ്റിയിൽ 80 ലക്ഷം ആളുകളാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ആ രാജ്യം നേടുന്നത് $300 മില്യൺ. എന്തിന്? തിരുപ്പതിയിൽ മാത്രം ഒരു വർഷം ലഭിക്കുന്ന വരുമാനം 1200 കോടി രൂപയാണ്. അപ്പോൾ ഒരു വർഷം 5 കോടിയിലധികം ആളുകൾ വരാൻ പോകുന്ന അയോധ്യയിൽ നിന്ന് UPക്ക് കിട്ടാൻ പോകുന്നത് 4 ലക്ഷം കോടി രൂപയാണെന്നത് സത്യമായ കാര്യം തന്നെയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2031 വലിയ അയോധ്യ സിറ്റി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി UP സർക്കാർ ചെലവഴിക്കുന്നത് 81,000 കോടി രൂപയാണ്. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വർഷം കൊണ്ട് 4 ലക്ഷം കോടി രൂപ ഉത്തർപ്രദേശിൽ ജനറേറ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്ന അതേ റിപ്പോർട്ടിൽ പറയുന്നു. ടാക്സായി അവർക്ക് ലഭിക്കാൻ പോകുന്നത് 25,000 കോടി രൂപയാണ് ഒരു വർഷം മാത്രം. 4 ലക്ഷം കോടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിനാകെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രെയിൻ ടിക്കറ്റിന് ചിലവാക്കുന്നത്, ഓട്ടോറിക്ഷയ്ക്ക് ചിലവാക്കുന്നത്, ബസ്സിന് ചിലവാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഉത്തർപ്രദേശിൽ മാത്രം ഒരു വർഷം നടക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് നികുതിയായി മാത്രം 25,000 കോടി രൂപ ഓരോ വർഷവും UP സർക്കാരിന് ലഭിക്കുന്നു. കേവലം അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തമിഴ്നാടിൻ്റെ ബജറ്റ് തന്നെ ആകെ 3 ലക്ഷം കോടിയേ ഉള്ളൂ. കേരളത്തിൻ്റേത് വെറും 1 ലക്ഷം കോടിയാണ് ബജറ്റ് തന്നെ. ഇപ്പോഴും സൗത്ത് ഇന്ത്യയിലുള്ളവർ ഉത്തരേന്ത്യക്കാരെ ബീമാരു സ്റ്റേറ്റ് എന്ന് വിളിച്ച് കളിയാക്കുകയാണ്. അവർ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. UPയെ പോലെ എല്ലാ സംസ്ഥാനവും ചിന്തിച്ചാൽ, യോഗി ആദിത്യനാഥിനെ പോലെ മുഖ്യമന്ത്രി എല്ലാ സംസ്ഥാനത്തിനും ഉണ്ടായാൽ, അതാണ് ഞാൻ പറയുന്നത്, 13.5% ആഭ്യന്തര വളർച്ച ഭാരതത്തിന് അങ്ങനെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടായാൽ നേടാൻ കഴിയും. വിദ്യാഭ്യാസ നിലവാരത്തിലും തൊഴിൽ നിലവാരത്തിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു വേഗതയുണ്ടല്ലോ, ആ വേഗതയിൽ 7 വർഷം, വെറും 7 വർഷം ഉത്തർപ്രദേശ് സഞ്ചരിച്ചാൽ തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും പുതുച്ചേരിയും കേരളവും എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് സംഭാവന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിന് ഒറ്റയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ആ രീതിയിലുള്ള വളർച്ചയാണ് UPയിൽ സംഭവിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും അഭിമാനിയായ ഒരു തമിഴൻ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഞാൻ ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കുന്നു. ഭാരതീയനാണെന്നതിൽ എല്ലാവർക്കും അഭിമാനമുണ്ടാകണം. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലെയും കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്നത് നമ്മൾ ഭാരതീയരായതുകൊണ്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 6.6 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തമിഴ്നാടിന് നേടിയെടുക്കാനായി. വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കതിനെക്കുറിച്ചും അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ആയിക്കോട്ടെ, 6.6 ലക്ഷം കോടി രൂപ തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മിണ്ടിയില്ല. പത്രക്കാരൊക്കെ DMK മന്ത്രിമാരോട് ചോദിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ദ്രവീഡിയൻ മോഡലിൻ്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞു. ഇത് വളരെ വലിയ നേട്ടമാണെന്ന് അവർ പറഞ്ഞു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ അതിനുശേഷം 3 DMK മന്ത്രിമാർ ഒരുമിച്ച് വന്ന് പത്രക്കാരെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മാത്രം മികവാണ്. അതുമാത്രമല്ല, നമ്മുടെ ദ്രവീഡിയൻ മോഡൽ ഈ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനത്തെക്കാട്ടിലും ഉയർന്നതാണ്.
അവരെക്കാട്ടിലൊക്കെ മികച്ചതാണെന്നതിൻ്റെ തെളിവാണ് ഇത്രയും നിക്ഷേപം ഇവിടേക്ക് വന്നത് എന്നവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് മറുപടി പറയണമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം വിളിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ സംസ്ഥാനം 6.6 ലക്ഷം കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, വളരെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശ് എത്ര രൂപ ഈ രീതിയിൽ സമാഹരിച്ചുവെന്ന്? അതായിരുന്നു എൻ്റെ ചോദ്യം. അവർ പറഞ്ഞു ഉറപ്പായും തമിഴ്നാടിനേക്കാൾ കുറവായിരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം മാത്രം ഉത്തർപ്രദേശിന് കിട്ടിയത് 33 ലക്ഷം കോടി രൂപയാണ്. 33 ലക്ഷം കോടി രൂപ. അവർ വിശ്വസിച്ചില്ല. ഞാൻ കണക്കുകൾ സഹിതം തെളിവുകൾ സഹിതം നിരത്തി അവർക്ക് കൊടുത്തു. ഞാൻ ചോദിച്ചു ഉത്തർപ്രദേശിലെ ഏറ്റവും പുരോഗമനമില്ലാത്ത സ്ഥലം ഏതാണ്? അവർ സംശയലേശമന്യേ പറഞ്ഞു ബുന്ദേൽഖണ്ഡ്. ശരിയാണ്, ബുന്ദേൽഖണ്ഡാണ് കാലങ്ങളായി യു പിയിൽ പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലം. ഞാൻ കണക്ക് സഹിതം തെളിവ് സഹിതം പറഞ്ഞു ബുന്ദേൽഖണ്ഡിന് മാത്രം 10 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം നിക്ഷേപം ആകർഷിക്കാനായത്. തമിഴ്നാട്ടിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നതിൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ ഇതേ പരിപാടി നടന്നു. നമ്മുടേത് ജനുവരി 5, 6, 7 ആയിരുന്നെങ്കിൽ ഗുജറാത്തിൽ ജനുവരി 10, 11, 12 ദിവസങ്ങളിൽ. നിങ്ങൾക്കറിയുമോ ഗുജറാത്തിന് എത്ര രൂപയാണ് ഈ നിക്ഷേപ സംഗമത്തിൽ ലഭിച്ചതെന്ന്? 26 ലക്ഷം കോടി രൂപ. 26 ലക്ഷം കോടി രൂപ. മാനുഫാക്ചറിംഗ് രംഗത്ത്, സെമി കണ്ടക്ടർ മേഖലയിൽ, ഇലക്ട്രോണിക്സ് രംഗത്ത്, IT രംഗത്ത് ഗുജറാത്തിന് കിട്ടിയ നിക്ഷേപം എന്ന് പറയുന്നത് 26 ലക്ഷം കോടി രൂപയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ, യുവാക്കൾ ഇത്തരം മാധ്യമങ്ങളുടെ, ഈ രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങളിലും വാർത്തകളിലും വീണു പോകരുത്. നിങ്ങൾ ബയാസ്ഡ് ആകരുത്. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വിലയിരുത്തി സ്വന്തം ബുദ്ധിയും തലച്ചോറും ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ പാവകളായി മാറരുത്. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തെയും ആളുകൾക്ക് കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാൻ കഴിയും. ഇവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളവർ കേമന്മാരോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളവർ മിടുക്കില്ലാത്തവരോ അല്ല. ഒരുപക്ഷെ അവരിലേക്ക് വേണ്ട വിധം സൗകര്യങ്ങൾ എത്തുന്നതിൽ കാലതാമസം എടുത്തിട്ടുണ്ടാവാം. അവസരം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ 2017 മുമ്പ് ഉത്തർപ്രദേശിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നോ അതിൻ്റെ 3 ഇരട്ടിയാണ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് UP യിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2017 മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എല്ലാ കാര്യത്തിലും 3 മടങ്ങ്, 4 മടങ്ങ്, 5 മടങ്ങ് നേട്ടങ്ങളാണ് അദ്ദേഹം കൈവരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ന് ഈ രാജ്യം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സംസ്ഥാനങ്ങളും തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് മുമ്പിൽ എന്ന രീതിയിൽ മത്സരിക്കുകയാണ്. ഏറ്റവും ആദ്യം 1 ട്രില്യൺ എക്കണോമി നേടാൻ കഴിയുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന രീതിയിൽ മത്സരിക്കുകയാണ് അവർ. അപ്പോഴും നമ്മൾ പഴയ കാലത്തെ കേമത്തം പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ മാറേണ്ടത്. ഹരിയാനയിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ കേരളത്തിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇത്രയും ജനസംഖ്യ കുറവുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് മഹാരാഷ്ട്രയോടും UP യോടും മത്സരിക്കാൻ കഴിയുക എന്നവർ ചോദിക്കാം. ന്യായമാണ്. പക്ഷേ എനിക്കൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. സിംഗപ്പൂർ, ഹോങ്കോങ്, ന്യൂയോർക്ക് സിറ്റി, ഷാങ്ഹായ്, ഈ ചെറിയ നഗരങ്ങൾ, വളരെയധികം ജനസംഖ്യ കുറവുള്ള ഈ നഗരങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളായി മാറിയത്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച നഗരങ്ങളായി മാറിയത്? ആ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു സദ്ഭരണം അവിടെ ഉണ്ടായാൽ ആ നാടിന് വേണ്ട രീതിയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. ഹരിയാനയ്ക്ക് IT ആണെങ്കിൽ, ഉത്തർപ്രദേശിന് കാർഷിക മേഖലയാണെങ്കിൽ, കേരളത്തിന് ടൂറിസം ആയിരിക്കാം, തമിഴ്നാടിന് ഇൻഡസ്ട്രി ആയിരിക്കാം. അതായത് ഏതൊരു സംസ്ഥാനത്തിൻ്റെയും മികവ് എന്തിലാണെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ പ്രാധാന്യം നൽകി രാഷ്ട്രീയം കുറച്ച് സദ്ഭരണം കൂടുതൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിന് വളരെ വലിയ ഉയരത്തിലെത്താൻ കഴിയും. ആ രീതിയിലേക്ക് പൊളിറ്റിക്സ് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു ലീഡർഷിപ്പിനെയാണ് നമുക്ക് ആവശ്യം. ഞാൻ വിശ്വസിക്കുന്നത് ഒരേ ഒരു മോഡലാണ്, അത് ഗ്രോത്ത് മോഡലാണ്. ഗ്രോത്തിന് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കുക, നല്ല ചിന്താഗതി ഉണ്ടാകുക, നല്ല തലമുറയെ വാർത്തെടുക്കുക. ഗുഡ് ഗവേണൻസ് മാത്രമാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതം. അതുമാത്രമാണ് വേണ്ടത്.